لعنه الله وقال لأتخذن من عبادك نصيبا مفروضا لعنه الله അല്ലാഹു പിശാചിനെ ശപിച്ചിരിക്കുന്നു. وقال لأتخذن من عبادك نصيبا مفروضا പിശാച് പറഞ്ഞു, പടച്ചവനെ, നിന്റെ ദാസന്മാരിൽ നിന്നും വലിയൊരു വിഭാഗത്തെ ഞാൻ എന്റെ ആളുകളായി സ്വീകരിക്കുന്നതാണ്. കഴിഞ്ഞ ആയത്തിൽ ഏറ്റവും വലിയ പാപമായ ഷിർക്ക്, ബഹുദൈവാരാധനയെ പ്രേരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്, അതിന്റെ വഴികളെല്ലാം തുറന്നു കാണിക്കുന്നത് പിശാചാണ് എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം അല്ലാഹു പിശാചിനെ പറ്റി പറയുന്നു, ലഅനഹുല്ലാഹ്, അല്ലാഹു പിശാചിനെ ശപിച്ചിരിക്കുന്നു. പടച്ചവന്റെ ശാപത്തിനും കോപത്തിനും അർഹരായവരാണ് പിശാച്. പിശാച് പടച്ചവന്റെ മഹാശാപത്തിനും വലിയ കോപത്തിനും ഇരയായിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? وقال لأتخذن من عبادك نصيبا مفروضا وقال لأتخذن من عبادك نصيبا مفروضا അവൻ പറഞ്ഞു, പടച്ചവനെ, നിന്റെ ദാസന്മാരിൽ നിന്നും വലിയൊരു വിഭാഗത്തെ ഞാൻ എന്റെ ആളുകളായി സ്വീകരിക്കുന്നതാണ്. അങ്ങനെ പടച്ചവനോട് ധിക്കാരപൂർണമായ പ്രഖ്യാപനം നടത്തി കർമ്മമണ്ഡലത്തിൽ ഇറങ്ങിയവനാണ് പിശാച്. അതുകൊണ്ട് ആ പിശാചിന്റെ പ്രധാനപ്പെട്ട പരിശ്രമം നിങ്ങളെ വഴിതെറ്റിക്കലാണ്. ആ പരിശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ പരിശ്രമം നിങ്ങളിൽ ബഹുദൈവാരാധനയുടെ വേരുകൾ നട്ടുപിടിപ്പിച്ച് അതിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് പടച്ചവൻ അവനെ ശപിച്ചിരിക്കുന്നു. പടച്ചവന്റെ കാരുണ്യത്തിൽ നിന്ന് മാറ്റി അകറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ പരിശ്രമമാണ് പടച്ചവന്റെ അടിമകളെയെല്ലാം പടച്ചവനിൽ നിന്നും അകറ്റുക എന്നുള്ളത്. അതുകൊണ്ട് പിശാചിന്റെ വിഷയത്തിൽ വലിയ ജാഗ്രത വേണം. എല്ലാ സമയത്തും മുഴുവൻ പാപങ്ങളുടെ വിഷയത്തിലും ജാഗ്രത വേണം. പ്രത്യേകിച്ചും ഷിർക്കിന്റെ വിഷയത്തിൽ ജാഗ്രത വേണം. പിശാച് ഷിർക്കിനെ കടത്തിക്കൂട്ടുന്ന ഒന്നാമത്തെ മാർഗം അറിവിന്റെ വിഷയത്തിലുള്ള ബഹുദൈവാരാധനയാണ്, പടച്ചവനോട് പങ്കുചേർക്കലാണെന്ന് കഴിഞ്ഞ ദർസിൽ പറഞ്ഞു. രണ്ടാമതായി പിശാച് ബഹുദൈവാരാധനയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന, പടച്ചവനോട് പങ്കുചേർക്കുന്നതിലേക്ക് ക്ഷണിക്കുന്ന മാർഗം അൽ ഇഷ്റാഖു ഫി തസറുഫ്, പ്രവർത്തനങ്ങളിലുള്ള പങ്കുചേർക്കലാണ്. പടച്ചവന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനവും അധികാരവുമാണ് ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ചെയ്യുക എന്നുള്ളത്. എല്ലാ ഉപകാരങ്ങളും അല്ലാഹുവാണ് ചെയ്യുന്നത്. എല്ലാ ഉപദ്രവങ്ങളും നടപ്പിലാക്കുന്നത് അല്ലാഹുവാണ്.
ദാസന്മാർ അതിന്റെ മാർഗം സ്വീകരിക്കുന്നുവെന്ന് മാത്രം. വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. എല്ലാ നന്മകളും തിന്മകളും സന്തോഷകരമായ കാര്യങ്ങളും ദുഃഖകരമായ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂന സയഖൂലൂന ലില്ലാഹ്. എല്ലാ വസ്തുക്കളുടെയും പൂർണ്ണമായ അധികാരം അല്ലാഹുവിനാണ്. അപകടങ്ങളിൽ നിന്നും അഭയം നൽകുന്നത് അല്ലാഹുവാണ്. അല്ലാഹു വല്ല അപകടങ്ങളും തീരുമാനിച്ചാൽ അതിൽ നിന്നും അഭയം നൽകാൻ ആരുമില്ല. فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت. ഖുനൂത്തിലെ പ്രാർത്ഥന തൗഹീദിന്റെ അണുരണങ്ങളാണ്. ഫഇന്നക തഖ്ദി, പടച്ചവനെ നീയാണ് വിധിക്കുന്നത്. വലാ യുഖ്ദാ അലൈക, നിനക്കതിൽ യാതൊരു വിധിയുമില്ല. വഇന്നഹു ലാ യഇസ്സു മൻ ആദൈത, പടച്ചവനെ നീ ആട്ടിക്കളഞ്ഞവന് അന്തസ് കിട്ടുന്നതല്ല. വലാ യദില്ലു മൻ വാലൈത, നീ ഏറ്റെടുത്തവൻ നിന്ദനാകുന്നതുമല്ല. ഇതാണ് തൗഹീദ്. ഇവിടെ പിശാച് കൊണ്ടുവരുന്ന രണ്ടാമത്തെ പ്രേരണയാണ് അൽ ഇഷ്റാഖ് ഫി തസറുഫ്. ആ ശക്തിക്ക്, ആ വ്യക്തിക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്, ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്. പാമ്പിനെ ആരാധിക്കണം, കാരണം പാമ്പ് ഉപദ്രവിക്കുന്നതാണ്. പശുവിനെ ആരാധിക്കണം, അതിലൂടെ പാല് കിട്ടുന്നു, ഉപകാരം കിട്ടുന്നു. പിന്നീട് വിശ്വാസം നീണ്ടുകൊണ്ടിരിക്കും. മക്കളെ വേണമെങ്കിൽ ആ ഖബറിലേക്ക് പോകണം, ആഹാരം വേണമെങ്കിൽ ഈ ഖബറിലേക്ക് പോകണം, ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ ഇന്ന മഹാനെ സമീപിക്കണം, അദ്ദേഹം ബുദ്ധിമുട്ടെല്ലാം മാറ്റിത്തരും. ഒരിക്കലുമില്ല. എല്ലാവിധ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഉടമയാക്കിയിട്ടുള്ളത് അല്ലാഹുവാണ്. ചെറിയ ഉപകാരങ്ങളും തീരുമാനിക്കുന്നത് അല്ലാഹ്, വലിയ ഉപകാരങ്ങളും തീരുമാനിക്കുന്നത് അല്ലാഹ്, മക്കളെ തരുന്നത് അല്ലാഹ്, ആഹാരം തരുന്നത് അല്ലാഹ്. വലില്ലാഹി മുൽക്കു സ്സമാവാതി വൽ അർളി യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ. ആകാശഭൂമികളിലുള്ള സർവാധികാരങ്ങളും അല്ലാഹുവിനാണ്. അവനാണ് എല്ലാത്തിനെയും പടയ്ക്കുന്നത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ കൊടുക്കുന്നു. ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും അല്ലാഹു തആല ചേർത്ത് തരുന്നു. ഇതുപോലെ ആഹാരം തരുന്നതും അല്ലാഹുവാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. ഈ ലോകത്തുള്ള എല്ലാ ജന്തുക്കൾക്കും അന്നം നൽകുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തസറുഫിൽ നിങ്ങൾ അല്ലാഹുവിനോട് ആരെയും പങ്കുചേർക്കരുത്. പിശാച് ആ വഴിയിലൂടെ കടന്നു വരും. ഉപകാരങ്ങൾ ചെയ്യുന്നത് അവരാണ്, ഉപദ്രവങ്ങൾ ചെയ്യുന്നത് അവരാണ്. നിങ്ങൾക്ക് മക്കൾ വേണമോ? നിങ്ങൾ ആ ദേവിയോട് ചോദിക്കും.
അല്ലെങ്കിൽ ആ ദേവനോട് ചോദിക്കിൻ, ആ മഹാനോട് ചോദിക്കിൻ, ആ മഹദിയോട് ചോദിക്കിൻ. ഒന്നുമില്ല. ശരിയാണ്, മഹാന്മാരെ സമീപിച്ച് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹു അവരുടെ ദുആ സ്വീകരിച്ച് സന്താനങ്ങളെ തരാൻ സാധ്യതയുണ്ട്. ആഹാരം നൽകുന്നത് അതിനുവേണ്ടി നിങ്ങൾ സമ്പാദിക്കൻ, അധ്വാനിക്കൻ. എന്തുകൊണ്ട്? അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട്, അള്ളാഹു തആല അതിന് ഫലം നൽകാൻ സാധ്യതയുള്ളതുകൊണ്ട്. മക്കളെ വേണമോ? പടച്ചവനോട് ചോദിക്കൻ. ഭാര്യ ഭർത്തൃ ബന്ധം സ്ഥാപിക്കൻ. എന്നിട്ട് പടച്ചവനോട് താണുകയാണ് ഇരക്കിൻ. അള്ളാഹു അവന്റെ തന്ത്രജ്ഞത അനുസരിച്ച് അള്ളാഹു തആല സന്താനങ്ങളെ തരുന്നതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ശിർക്കാണ് അശ്ശിർക്കു ഫി തസറുഫ്. കാര്യങ്ങൾ ചെയ്യുന്നതിൽ, അധികാരങ്ങളിൽ, അള്ളാഹുവിന്റെ തീരുമാനാധികാരത്തിൽ മറ്റ് വ്യക്തികളെയും ശക്തികളെയും പങ്കുചേർക്കരുത്. മുഴുവൻ ഉപകാരങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹ്, മുഴുവൻ ഉപദ്രവങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് എല്ലാം നൽകുന്നത്, മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അല്ലാഹുവല്ലാത്തൊരു വ്യക്തിയും അല്ലാഹുവല്ലാത്തൊരു ശക്തിയും ഒന്നിനെയും ഉടമയാക്കുന്നില്ല. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള സകല ചരാചരങ്ങളുടെയും സർവവസ്തുക്കളുടെയും ഉടമാധികാരം അല്ലാഹുവിനാണ് എന്ന് വിശ്വസിച്ച് അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ലഅനഹുല്ലാഹ് വഖാല ലാ തഖിദന്ന മിൻ ഇബാദിക നസീബം മഫ്റൂദാ. അല്ലാഹുവിനെ വിട്ട് മറ്റ് വ്യക്തികളെയും ശക്തികളെയും ആരാധിക്കുന്നവർ യഥാർത്ഥത്തിൽ പിശാചിനെയാണ് അംഗീകരിച്ചിരിക്കുന്നത്. കാരണം പടച്ചവൻ പിശാചിനെ ശപിച്ചിരിക്കുന്നു. എന്നിട്ട് പടച്ചവൻ അവന്റെ സന്നിധിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. പിശാച് പറഞ്ഞിരുന്നു, വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബം മഫ്റൂദാ. പടച്ചവനെ, നിന്റെ ദാസന്മാരിൽ നിന്നും ഗണ്യമായൊരു വിഭാഗത്തെ ഞാൻ പരിശ്രമിച്ച് എന്റെ ആളുകളാക്കുന്നതാണ് എന്ന് പിശാച് വെല്ലുവിളിച്ചു. ആ പിശാച് പല നിലയിൽ ബഹുദൈവാരാധനയെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കും. അതുകൊണ്ട് തികഞ്ഞ സൂക്ഷ്മത മുറുകെ പിടിക്കും. വളരെ ജാഗ്രത കൈക്കൊള്ളിൻ. അശ്ശിർക്കു ഫിൽ ഇൽമിനെയും സൂക്ഷിക്കൻ, അശ്ശിർക്കു ഫി തസറുഫിനെയും സൂക്ഷിക്കൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.